ചില സ്നേഹം നിറഞ്ഞവർ, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഈശോ അന്ധനായ യാചകനായിട്ടുള്ള ബർത്തിമയൂസിന് കാഴ്ച നൽകുന്നതാണ്. ഈശോയാണ് കടന്നു പോകുന്നത് അറിഞ്ഞപ്പോ ഇയാൾ വഴിയരികിൽ ഇന്ന് ഉറക്കെ വിളിച്ച് പറയുകയാണ്, നസ്രായനായ ഈശോയെ എന്നിൽ കനിയണമേ എന്ന് വിളിച്ച് പറയുകയാണ്. അപ്പൊ കുറെ പേര് ഇയാളെ തടയുന്നു, ഇത് ശല്യപ്പെടുത്തരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ തടയുന്നു. പക്ഷെ ഇയാൾ കൂടുതൽ തീക്ഷ്ണതയോടെ ഉറക്കെ വിളിച്ച് പറയുകയാണ്. ഇത് കേട്ടിട്ട് ഈശോ ഇയാളെ വിളിച്ച് ഇയാൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്നു, ഇയാൾക്ക് സൗഖ്യം കൊടുക്കുന്നു. അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. സ്നേഹമുള്ളവർ, ഈ സുവിശേഷത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരാളുടെ പ്രാർത്ഥന അത് കുറെ പേർക്ക് ഒരു ശല്യമായിട്ട് തോന്നി അല്ലെ. ഈശോയുടെ കൂടെ നടന്നിരുന്ന ആളുകൾ ഇത് വലിയ ശല്യമായല്ലോ എന്ന് കരുതിയിട്ട് ഇയാളുടെ അടുത്ത് പറയുകയാണ്, മിണ്ടാതെ നിൽക്ക്, നീ ഇതിന്റെ ഒരു മൊത്തത്തിലുള്ളൊരു ആ ഒരു വിശുദ്ധി ഒന്നും കളയല്ലേ, ഈ ഒരു പ്രദക്ഷിണത്തിന്റെ ആ ഒരു ഭംഗിയൊന്നും നീ കളയല്ലേ, മിണ്ടാതിരിക്കാനായിട്ട് പറയുകയാണ്. പക്ഷെ ഇയാൾ കൂടുതൽ തീക്ഷ്ണതയോടെ ആത്മാർത്ഥമായിട്ട് ഇയാള് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയാണ്. ഈശോയ്ക്ക് അത് മനസ്സിലാകുന്നുണ്ട്. ഈശോ ഇയാൾ വിളിച്ചു ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് വേണ്ടത്, എന്നിട്ട് സൗഖ്യം കൊടുക്കുന്നത് രംഗമാണ് നമ്മൾ വായിച്ചത്. സ്നേഹമുള്ളവരെ, ഒരേ കാര്യം തന്നെ ഒരാൾക്ക് ഒരു ശല്യമായും ദൈവത്തിന് അതൊരു പ്രാർത്ഥനയായിട്ടും തോന്നുന്നു. കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ആത്മാർത്ഥതയോടുകൂടിയുള്ള പ്രാർത്ഥനയായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്കും ഈ രണ്ട് മാനങ്ങളും ഉണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചുമ്മാ ഒരു ആത്മാർത്ഥതയും ഇല്ലാതെ, ഒരു ഭക്തിയും ഇല്ലാതെ, നമ്മളിങ്ങനെ ചുമ്മാ ഒരു അധര വ്യായാമമായിട്ട് മാത്രം നമ്മുടെ പ്രാർത്ഥനകൾ മാറ്റുകയാണെങ്കിൽ അത് ഈ പറയുന്ന പോലെ ഒരു ശല്യമായിട്ട് തീരും. അത് മനുഷ്യനായാലും ശല്യമായിട്ട് തീരും, ദൈവത്തിനായാലും ശല്യമായിട്ട് തീരും. അതേസമയം നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് എത്ര ഉച്ചത്തിൽ പ്രാർത്ഥിച്ചാലും, ഈ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ പോലും അത് മറ്റുള്ളവർക്ക് ശല്യമായി തീരുകയില്ല, ദൈവത്തിന് ശല്യമായി തീരുകയില്ല. അത് യഥാർത്ഥ പ്രാർത്ഥനയാണെന്ന് ദൈവം തിരിച്ചറിഞ്ഞ് നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവം ഇടപെടും എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. നമ്മളവരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.